ശരീരത്തിലല്ല വേവലാതി. നിനക്ക് 8 ആധാരം 18 അങ്കുലം മങ്ങേര് കെട്ടിവെച്ചേക്കാം. ഞാനല്ല, ആളെയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ എന്താ വേണ്ടേ? അതുകൂടാണ്ട് മംഗല്യം കഴിഞ്ഞാ? എത്ര സന്താനങ്ങളുണ്ട്? 2. ഒന്നാണെന്ന് പെണ്ണാ? ഒന്നാണെന്ന് പെണ്ണെന്ന് പറഞ്ഞു. പിന്നെ മൂത്തതേതല്ലതേതെന്ന് എനിക്ക് അറിയണ്ട. ഞാൻ പറഞ്ഞ കണക്ക് ശരിയായാ മതി എനിക്ക്. അതിന് മുമ്പ് സ്നേഹബന്ധം ഉണ്ടായ പിന്നെന്ത് അതിനെ വിട്ടേ? നീ അത് ആലോചിച്ചിട്ട് വേണ്ട അങ്ങോട്ട് ചെന്ന് ഇഷ്ടം പറയാനായിട്ട്. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. കുലം ഗോത്രം നോക്കണ മനസ്സിലായി. അപ്പൊ ചെയ്യാം. അത് അല്ല, ഞാൻ ചോദിച്ചതാണ്. അതിന്റെ വഴി വന്നത് കാരണം ഞാൻ ചോദിച്ചത്. അപ്പൊ ഇനി വരുമ്പോഴേ ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ട് വരാം. മനസ്സിലാവണ്ട. ഒരു 5 കർമ്മം പ്രവർത്തിച്ച ഉണ്ണിയുടെ പേര്, ഉണ്ണിയുടെ ആ കർമ്മസ്ഥാനത്ത് കർമ്മത്തിനൊപ്പം നിന്ന് ഉണ്ണിയുടെ പേര് എഴുതി കൊടുത്തു. മനസ്സിലാവണ്ട. മുടക്കം കൂടാതെ നിന്റെ ഭവനത്തിലുള്ള എല്ലാവരുടെ നാമോദ്യം നക്ഷത്രം എഴുതി കൊണ്ടുവരാം കേട്ടാ. നാമോദ്യം പറയും. അപ്പൊ എന്റെ ചൂലക്കാരന്റെ ആസ്ഥാനത്ത് 30 നാൾ കൂടുമ്പോ ഉണ്ണിസന്താനത്തിന്റെ പൂയം നക്ഷത്രം വരുന്നെന്ന് ചൂലക്കാരന് ഒരു ഇളനീര് കൊണ്ടോ ഒരു ക്ഷീരം കൊണ്ടോ ആട്ടം കഴിക്കുക. അതല്ലെങ്കിൽ ഒരു ചെറുനാരം കൊണ്ട് ഒരു കാരം കഴിച്ചേക്കാം. എന്നിട്ട് ചൂലക്കാരനോട് പറഞ്ഞു പോന്നേക്കാം, അടുത്ത ആണ്ടക്കോൾക്ക് എനിക്ക് കർമ്മങ്ങളും കർമ്മസ്ഥാനങ്ങളും നല്ലവണ്ണമാക്കി തന്ന അടുത്ത ആണ്ടക്കോൾക്ക് താമരപ്പൊയ്ക്കിൽ 6 മുഖത്തോട് കുറഞ്ഞ് ആ മയിൽവാവിന്റെ ശരിയായിട്ടുള്ള ആസ്ഥാനത്ത് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് ഒരു പിടി വെള്ളി മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞു വെച്ചോ. ഇതാ ഇതാ ഇത് കൊണ്ടുവന്നു. വേവലാതില്ലാതെ കണ്ട് എന്റെ ഭവനം കാത്തേക്കാന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇട്ടേക്കണം കേട്ടാ. അല്ല, ഞാൻ പറഞ്ഞ ഒരുമിച്ച് തന്നെയല്ലേ? വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ നിനക്ക് രേഖ കിട്ടണം. രേഖ അങ്ങനെ തരൂ? അല്ല, അങ്ങേര് തരുമെന്ന് ചോദിച്ചോളൂ. രേഖയ്ക്ക് അങ്ങേര് സമ്മതിക്കുന്നു. ചില നേരത്ത് പറ്റില്ല എന്ന് പറയും, ചില നേരത്ത് പറ്റുന്നു. അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ചില നേരത്ത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാന്ന് പറയും. നീ ഒരുങ്ങിയിരുന്ന് അടുത്ത ദിനം പോകുന്നില്ല, അത് കഴിയുമ്പോ വേറെ കാര്യം പറയും. മനസ്സിലായില്ലേ? അവരറിയും നിന്നെ കാണലുണ്ട്, വിളിക്കലുണ്ട്, പതിനുണ്ട്, നിന്റെ സ്നേഹം അന്വേഷണങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നിനക്ക് അധികാരമുള്ള ഇന്നൊരു രേഖ കിട്ടണം. അതിനാ ഉണ്ണി സമ്മതിക്കുമെന്ന ചോദ്യം. ചില നേരത്ത് സമ്മതിക്കും, ചില നേരത്ത് സമ്മതിക്കില്ല. അതെനിക്ക് മനസ്സിലായി. നീ പല ഇല്ലത്തും പോയതല്ലേ? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. നീ പല ഇല്ലത്തും എന്റെ ഇല്ലത്ത് പോയതല്ലേ എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഞാൻ പറഞ്ഞത് എന്താ നിന്നോട്? അങ്ങനെ ചില സമ്മതിക്കും, ചില നേരത്ത് സമ്മതിക്കില്ല. അതായത് അതിന് വേറെ ചില വിഷയങ്ങളുണ്ട്. അത് തന്നെ ഞാനും പറഞ്ഞു. അത് പോവില്ല എന്ന് പറഞ്ഞില്ല. ഇങ്ങനെ തന്നെ പോയാ പോരെന്ന് ചോദിച്ചതിന്റെ കാര്യം എന്താ? അത് മണ്ണിൽ വസിക്കുന്ന കാലം വരെ നിന്നെ വിട്ടു പോവില്ല. കിട്ടാൻ വേണ്ടി നീ കുറെ പണിയെടുത്തിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞു. അതിനു വേണ്ടി നീ പണിയെടുത്തെന്നാ പറഞ്ഞുള്ളൂ. പ്രാർത്ഥനാ സങ്കല്പം വെച്ചാ പോലെ. അതിന്റെ ഏറ്റവും വലിയ കാര്യം ഇന്നയാളെ എനിക്ക് വേണമെന്ന് പ്രാർത്ഥനാ സങ്കല്പം വെക്കാൻ നീ അങ്ങനെ പണിയെടുത്തെന്നാ പറഞ്ഞുള്ളൂ. അങ്ങേരെന്താ പറഞ്ഞ്? മണ്ണിൽ വസിക്കുന്ന കാലം അല്ല നിന്റെ കാൽപാദം വിട്ട് പോവില്ല എന്നാ പറഞ്ഞു. ഞാനും അത് തന്നെയാ പറഞ്ഞു. അത്ര തന്നെ ഞാനും പറഞ്ഞു. അതായത് രേഖാമൂലം വന്ന അതിന് ചില കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഒരു ഞാൻ ആ ഉണ്ണി മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? ആ ഉണ്ണി നിന്നെയും ആ 10 പേരറിയെ മംഗല്യം കഴിച്ച നിന്റെ ഭാഷയിൽ പറഞ്ഞ 10 പേരറിയെ കൈപ്പിടിച്ചു കൊടുത്ത ആ പെൺസന്താനത്തിന് നിന്നും ഒരുപോലെ ഒരേ തട്ടിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ഇത് മാത്രം ഒരു ചില നേരത്തെ അവിടെ ഒരു ചിന്ത മാറണം. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും എന്റെ കാലം കഴിഞ്ഞാൽ എന്തെങ്കിലും അനർത്ഥം നിനക്കുണ്ടായെങ്കിലോ എന്നുള്ള ചിന്തയുള്ളൂ. മനസ്സിലായില്ല? അല്ല, നീ പല ഇല്ലത്തും പോയെന്ന് പറഞ്ഞപ്പോ കഥാപുരാണം മനസ്സിലായിട്ട് വേണ്ട. അത്രയല്ലേ വേണ്ട. ഇക്കണ്ട കാലം ഉണ്ടായിരുന്നല്ലോ. കുറച്ചു കാലം അധികം ഉണ്ട്. അപ്പുറത്തും കഴിഞ്ഞു. അത് പോവില്ല. അത്രയല്ലേ വേണ്ട. അപ്പൊ അതെനിക്ക് മനസ്സിലായില്ല. രേഖ ഉണ്ടെങ്കിൽ ഇറങ്ങി നടക്കാലോ. അതല്ലേ ഞാൻ പറഞ്ഞേ. അത് ഇനി ഞാൻ സമ്മതിപ്പിച്ചു തരാം. പോരെ? ആ ഉണ്ണി സന്താനത്തിന്റെ നാമോദയം നക്ഷത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്റെ നാമോദയം നക്ഷത്രം പറഞ്ഞ് ഒരു കടലാസുണ്ടില് എഴുതി കുറിച്ച് എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി ഒരു പിടി വെള്ളി എണ്ണാതെ കണ്ട് നീലപ്പട്ടിൽ പൊതിഞ്ഞു കെട്ടിവെച്ചോ.
നിന്നെ കുറിച്ചും ആ ഉണ്ണിസന്താനത്തിന്റെ പിണിയാളർ അന്വേഷിച്ചിട്ടുണ്ട്. നീ എന്റെ ഉണ്ണിയോട് മാത്രമുള്ള അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടോന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട് തന്നെ ആ ഉണ്ണി നിന്റെ പക്കൽ വന്ന് അതല്ല പറഞ്ഞു 10-15 ആണ്ടക്കൂട് കാലം നിന്റെ ഒപ്പം നിന്നു, നിനക്ക് എന്ത് സഹായങ്ങളും ചെയ്തു. പക്ഷെ നിനക്കതല്ല, 10 പേരേറെ ആ ഉണ്ണിയെ തോളിലൂടെ ചേർത്തായിരുന്നു നിനക്ക് നടക്കണം. ഒരു ചാനാളുകൾ വന്നാൽ ഏതെങ്കിലും ഒരു ഇല്ലത്ത് പോകണമെങ്കിൽ ഒപ്പം ഉണ്ടാവണം. അതാ നിന്റെ മോഹമുള്ളൂ. നീ പറഞ്ഞത് പിന്നെ സംബന്ധിച്ചു തരാന്ന് പറയും. ഒന്നി ഇറങ്ങിയപ്പോ ഞാൻ തരാം. ഇപ്പൊ സമയം മാറണം. അത് പറഞ്ഞു ഒരു പിടി വെള്ളി മഞ്ഞപ്പൊട്ടിൽ ഏതെങ്കിലും ഉണ്ണിയുടെ കയ്യിൽ കൊടിമരച്ചോട്ടിൽ കൊടുത്തയക്കാന്ന് പറയാം. മനസ്സിലാവണ്ട, ഉണ്ണിക്കായില്ലത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഉണ്ണിയുടെ പക്കം എന്റെ വെള്ളി ആ കൊടിമരച്ചോട്ടിൽ സമർപ്പിക്കാനായിട്ട് തരാന്ന് പറയാം. വെണ്ണക്കാരന്റെ നാമോദ്യം ഉണ്ണിയുടെ നാമോദ്യം 2 നക്ഷത്രം ഒന്നാണ്. വെണ്ണക്കാരന്റെ നക്ഷത്രമായ എൻ്റെ ഗൗരിന്റെ നക്ഷത്രത്തിൽ പിന്നെ നാമോദ്യത്തിൽ എൻ്റെ വ്യാപാരത്തിനും കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നിന്ന് വ്യാഴം പ്രസാദിച്ച് വെള്ളി എനിക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ പൊതിഞ്ഞു കെട്ടി വെച്ചു. ഞാൻ തരാം. ഇത് ഭവനത്തിന്റെ 4 ഭാഗത്തുണ്ടോ? തീർന്ന ഉണ്ണിനെ ഭയപ്പെടുത്തതല്ലേ? അതൊക്കെ തീർന്നില്ലേ? അല്ലെങ്കിൽ അതും അതിൻ്റെ അപ്പുറത്തും വന്നാനില്ലേ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? ദിനം എനിക്ക് വെള്ളിട്ട് വെച്ചേക്കണം. എൻ്റെ വെള്ളാട്ടിന് എൻ്റെ മണ്ഡപത്തിൽ വരുന്നൊരു വെള്ളി തന്നേക്കണം. മണ്ഡപത്തിൽ വരുന്ന വെള്ളി, മനസ്സിലായ? ഞാൻ കർമ്മത്തിന് പോകുന്ന ആപത്ത് കൂടാക്കണ്ട് കാത്തേക്കണെന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഇതിന്റെ പേര് പറ സ്ഥാപനത്തിന്. ആ വെള്ളിയടക്കം അവിടെ പോയി കിട്ടോ. ഇത് പറ. ചിത്രം കൊണ്ടുവരുക പെൺസന്താനത്തിന്റെ ഉണ്ണിസന്താനത്തിന്റെ കൊണ്ടുവരാം. ഞാൻ കത്തിച്ച് വെച്ച ദീപം വലത് കൈ കൊണ്ട് വാങ്ങി വലങ്കാല് വെച്ച് എൻ്റെ ഉണ്ണിസന്താനത്തിന്റെ മനവിയായിട്ട് വന്ന പെൺസന്താനം ഇത്ര സമയക്കാലമായിട്ട് ആ ഉണ്ണിസന്താനത്തിന്റെ ഭവനത്തിൽ പോയിട്ട് കലഹങ്ങളും കാര്യങ്ങളൊന്നും എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. അവര് തമ്മില് അവരുടെ മുറിയറയില് എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് തിരിച്ച് എൻ്റെ ഉണ്ണിസന്താനത്തിനെ പടികടത്തി കൊണ്ടുവന്നേക്കണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ണി സങ്കല്പിച്ചു. കേട്ടാ, ഒരു സങ്കല്പത്തിന് സങ്കല്പിച്ചു. അപ്പൊ 2 വെള്ളി 2 നേരം വിട്ടേക്കാം. ഉദരം മൊഴി ഞാൻ വെച്ച് പോറ്റി വളർത്ത ഇന്ന നാമോദം ഇന്ന നക്ഷത്ര ഉണ്ണിസന്താനം മംഗല്യം കഴിച്ചു കൊണ്ടുവന്ന പെൺസന്താനം ഇന്ന ദേശത്ത് ഇന്ന മാതാവിനും പിതാവിനും ജനിച്ച പെൺസന്താനം മംഗല്യം കഴിച്ച് ഇത്ര കാലമായി ഇത്ര ദിനമായി അവരുടെ ഭവനത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അവര് തമ്മിൽ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നേക്കണമെന്ന് പറയാം കേട്ടാ. ഇത് ഉണ്ണിസന്താനം പൊതിഞ്ഞു കെട്ടി വെച്ചോ. ശൂലക്കാരനോട് പറയാ, നീ പള്ളിയെയും ദേവയാനിയെയും 2 പെൺസന്താനങ്ങളെ മംഗല്യം കഴിച്ച നീയാണ് എനിക്ക് അനിഴ നക്ഷത്രം ജാതകം കുറിച്ചതും അതിൽ ജന്മം നൽകിയിരുന്നില്ല. എൻ്റെ ജാതകം കുറിച്ച് നീയ എത്ര വയസ്സ് കാലപ്രായമായി എനിക്ക് മംഗല്യം നടന്നിട്ടില്ല. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നിനെ തരാ, അല്ലെങ്കിൽ എൻ്റെ മംഗല്യം നടത്തി തരാം. 2ാമതൊരു വാക്ക് പറഞ്ഞ് നീ 7 ദിനം പറഞ്ഞ പോലെ മംഗല്യം ഞാൻ എൻ്റെ വെള്ളാട്ടിന് മുമ്പ് നിനക്ക് മംഗല്യം ഉറപ്പ് വെച്ച് തരാം പോരെ. അപ്പൊ മംഗല്യം ഉറപ്പ് വെച്ചത് എൻ്റെ വെള്ളാട്ടിന് നീ എനിക്ക് എൻ്റെ വെള്ളാട്ട് കർമ്മത്തിലേക്ക് എൻ്റെ മണ്ഡപത്തിലേക്ക് കുറച്ച് ചോക്കാണ്ട് പിന്നെ ഇങ്ങനെ നടക്കാം. മനസ്സിലായോ നീ? പിന്നെ ഞാനെങ്ങനെ നടത്തിത്തരം നിന്റെ പിതാവിനോട് ചോദിക്കണ്ട. നീ ഞാൻ എന്താ പറഞ്ഞ? നീ ആ പേരും പറഞ്ഞ എൻ്റെ ഭവനത്തിലേക്ക് ഇനി വരരുത്. പിന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? നിന്റെ പിതാവിന്റെ മണ്ണ് പിതാവ് ഉണ്ടാക്കിയല്ല, നീ ഉണ്ടാക്കിയല്ല. അത് തന്നെ പറഞ്ഞേ. നിന്നോട് പിതാവിനോട് ചോദിക്കാനല്ല പറഞ്ഞേ. പിതാവ് നിനക്ക് ജന്മം നൽകിയതല്ലേ? നീ വെള്ളി കൊടുത്ത് വാങ്ങിയാണോ പിതാവിനെ? അല്ലല്ല. പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി ചോദിച്ചാൽ ഉണ്ണി അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു. നീ ഒരു വാക്ക് പറയാനല്ല പറഞ്ഞോളൂ. അപ്പൊ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞേ, അവിടേക്ക് ഉണ്ണികളെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. നീ ഒന്നും പറയാ. എനിക്ക് അധികാരികൾ പറഞ്ഞ കണക്കൊന്നുമില്ല. നിന്റെ പിതാവല്ലേ
നീ വെള്ളി കൊടുത്ത് വാങ്ങിയതല്ലല്ലോ, നിനക്ക് ജന്മം നൽകിയ പിതാവാ. പിതാവ് പറഞ്ഞിട്ട് മണ്ണ് വിറ്റോളാം, ഞാൻ മണ്ണ് വിൽക്കാനുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. നീ എഴുതി ഒപ്പുവെക്കാനും പിതാവ് നിനക്ക് എഴുതി ഒപ്പുവെക്കാനായിട്ട് നീ പിതാവിനോട് ഒരു വാക്ക് പറഞ്ഞു, മണ്ണ് വിറ്റ് കടം തീർക്കണം, കൂടെ പറഞ്ഞ് പെൺസന്താനത്തിന്റെ മംഗല്യം കഴിച്ച കട അത് തീർക്കാൻ ഈ മണ്ണ് വിൽക്കണം എന്ന് നീ ഒന്ന് പറയാൻ പറഞ്ഞോ? ചോദിച്ചോ? പിന്നെ ഞാൻ ചോദിക്കണ